ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വധിക്കാൻ ശ്രമിച്ചത് സദ്ദാം ഹുസൈൻ മോഡൽ വധശ്രമമായിരുന്നു എന്ന് യൂറോപ്യൻ യൂണിയൻ അഭിപ്രായപ്പെടുന്നു. കഴിഞ്ഞ ദിവസമാണ് സെലൻസ്കിയെ വധിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഗൂഢശ്രമം നടന്നത്. അവരുടെ ഇന്റലിജൻസ് വിഭാഗം പൊളിച്ചിരിക്കുന്നത്. സെക്യൂരിറ്റി സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും സെലൻസ്കിയെ ഒറ്റുകൊടുക്കാൻ വേണ്ടി തയ്യാറായി റഷ്യയിൽ നിന്ന് പണം വാങ്ങിയായിരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന് സമാനമായിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ സദ്ദാം ഹുസൈന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ അല്ലെ സൈനിക മേധാവികൾ തന്നെയാണ് സദ്ദാം ഹുസൈൻ ഒളിത്താവളങ്ങളിൽ താമസിച്ച വിവരങ്ങൾ അമേരിക്കയ്ക്ക് ഒറ്റുകൊടുക്കുന്നത്. വലിയ രീതിയിലുള്ള സംഖ്യയാണ് ഇതിനു വേണ്ടി ഒറ്റുപണമായി സദ്ദാമിന്റെ സൈനിക മേധാവികൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിയതും അതോടൊപ്പം തന്നെ സുരക്ഷാ കേന്ദ്രം എന്ന നിലക്ക് അവിടെ നിന്ന് പാരച്യൂട്ട് വഴി അമേരിക്കയിലേക്ക് പ്രവേശിക്കുകയും അവിടെ പൗരത്വം എടുത്ത് താമസിക്കുകയും ചെയ്തത്. ചില വിഭാഗം ചില ആളുകളൊക്കെ തിരിച്ചു വന്ന് സദ്ദാമിന്റെ കാലത്തിന് ശേഷം ചില ആളുകളൊക്കെ തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അവിടെ നടന്നതെന്ന് പറഞ്ഞ സൈനിക മേധാവികൾ രാജ്യത്തെയും സദ്ദാമിനെയും ഒറ്റുകൊടുക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് വലിയ സുരക്ഷാ സംവിധാനമുള്ള സദ്ദാമിന്റെ രഹസ്യ സങ്കേതങ്ങൾ മുഴുവനും ചോർന്നു പോവുകയും അത് വളരെ കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. അതല്ലാതെ അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ബുദ്ധിപരമായിരിക്കുന്ന ശക്തി കൊണ്ടൊന്നും അല്ല യഥാർത്ഥത്തിൽ സദ്ദാം ഹുസൈനെ പിടികൂടിയത്. അത് അന്ന് തന്നെ അഭിപ്രായപ്പെട്ടതാണ്. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയകളൊന്നും ഇത്ര സജീവമല്ലാത്തത് കൊണ്ട് കൃത്യവും വ്യക്തവുമായിരിക്കുന്ന സത്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരാൻ ഒരുപാട് താമസിച്ചിരുന്നു. അന്ന് യൂറോപ്യൻ മേധാവിത്വം ഉണ്ടായിരുന്നു മീഡിയകൾക്കെല്ലാം. BBC റോയിട്ടേഴ്സ് അടങ്ങുന്ന മീഡിയകളൊക്കെ അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് അതിലൂടെ മാത്രമാണ് സംഭവങ്ങൾ ലോകം അറിഞ്ഞത്. അൽ ജസീറ, അൽ അറബിയ പോലെയുള്ള അറബ് മീഡിയകളും ചാനലുകളും അന്ന് സജീവമല്ലാത്തത് കൊണ്ട് അവർക്ക് സംസാരിക്കാനുള്ളതൊന്നും വല്ലാത്ത രീതിയിൽ ലോകം കേട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ അന്ന് ആക്റ്റീവ് അല്ലായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതുകൊണ്ട് അപ്പപ്പോൾ നടക്കുന്ന സംഭവം അപ്പപ്പോൾ തന്നെ ലോകം മുഴുവനും പ്രചരിക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്, ഇന്റലിജൻസ് റിപ്പോർട്ട്, അതിന്റെ ഓരോരോ ഭാഗങ്ങളും പരിശോധിച്ചുകൊണ്ട് ചില ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ചില ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചില ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഏറ്റവും അടുത്തുള്ള, അതായത് ഈ ഉക്രൈന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ സെലൻസ്കിയോട് ചേർന്ന് നിൽക്കുന്ന സൈനിക മേധാവികൾക്ക് ഭീമമായിരിക്കുന്ന സംഖ്യ റഷ്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം കൈക്കൂലിയായിട്ട് നൽകിക്കൊണ്ട് അദ്ദേഹം ഉറങ്ങുന്ന സ്ഥലമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് സമുച്ചയമോ വളരെ കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ ചോർത്തി കൊടുക്കുക, എന്നിട്ട് ഡ്രോൺ പായിച്ചുകൊണ്ട് സെലൻസ്കിയെ വധിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അന്ന് സദ്ദാം ഹുസൈന്റെ കാലത്ത് ഇറാഖിൽ ഈ കാര്യം കൃത്യമായ രീതിയിൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചു. അതുകൊണ്ട് സദ്ദാം ഉള്ള സ്ഥലം വളരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി അവിടുന്ന് പിടികൂടിയുമായിട്ട് ബന്ധപ്പെട്ട് വിചാരണയും അതുപോലെ ശിക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതേ രീതിയിലുള്ള ശ്രമമാണ് റഷ്യ നടത്തിയത്. ഇത് 5ാമത്തെ തവണയാണ് സെലൻസ്കിക്ക് നേരെ വധശ്രമം വന്നത്. 5 തവണ റഷ്യയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല. ഏതായിരുന്നാലും ഇപ്പൊ അവസാനം നടന്നിരിക്കുന്ന വധശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യക്ക് അതിന് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പറയുന്ന കാര്യം പ്രഗോഷിൻ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന പുട്ടിന്റെ ഒരു പേഴ്സണൽ ട്രൂപ്പിന്റെ മേധാവിയായിരുന്നു പ്രഗോഷിൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. പിന്നീട് പേഴ്സണലായിരിക്കുന്ന ഒരു ട്രൂപ്പ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉണ്ടാക്കുന്നു. ആ സൈനിക വിഭാഗത്തിന്റെ മേധാവിയായിട്ട് പ്രഗോഷിനെ നിയമിക്കുന്നു. വാഗ്നർ ഗ്രൂപ്പ് എന്ന് അതിന് പേരിടുന്നു. അങ്ങനെ രാജ്യത്തിന്റെ ആയുധങ്ങളും സായുധപരമായിരിക്കുന്ന എല്ലാ സഹായങ്ങളും ഈ വിഭാഗത്തിന് കൊടുത്തുകൊണ്ട് 1,25,000-ഓളം സൈനിക വിഭാഗമായി അതിനെ വിപുലീകരിച്ചുകൊണ്ട് ഈ പുടിന് വേണ്ടി ഏത് തരത്തിലുള്ള സുരക്ഷയും നൽകാൻ തയ്യാറാവുന്ന രീതിയിൽ അതിനെ സംവിധാനിച്ചു എന്നുള്ളതാണ്. കൂലിപ്പട്ടാളം എന്നൊക്കെയാണ് പറയുന്നത്. അത് ശമ്പളം കൊടുക്കുന്നത് ഈ റഷ്യയുടെ ഗവൺമെന്റ് ആണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചിട്ടുണ്ട്. റഷ്യയുടെ ഗവൺമെന്റ് അല്ല, അത് വ്യക്തിപരമായ രീതിയിൽ റഷ്യയുടെ പ്രസിഡന്റ് പുടിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് പുടിന്റെ ഓഫീസിൽ നിന്ന് അതിന് മറുപടിയായിട്ട് നൽകിയിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. ഏതായിരുന്നാലും പ്രഗോഷിനുമായി സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ യുദ്ധത്തിൽ നിർണായകമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ച വ്യക്തിയായിരുന്നു പ്രഗോഷിൻ. ആദ്യമായി പ്രഗോഷിന്റെ വാഗ്നർ ഗ്രൂപ്പാണ് ഈ ഉക്രൈന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഉക്രൈന്റെ സൈനികരുമായി നേരെ ഏറ്റുമുട്ടി കുറച്ചങ്ങോട്ട് കഴിഞ്ഞ സമയത്താണ് അവർക്ക് പ്രതിരോധം തീർക്കാൻ വേണ്ടി സാധിക്കാതെ വന്നപ്പോൾ റഷ്യയുടെ സൈന്യം രംഗത്ത് വരുന്നു. റഷ്യയുടെ സൈന്യം രംഗത്ത് വന്നതോടുകൂടി റഷ്യയുടെ സൈന്യത്തിലാണ് കൂടുതൽ സഹായങ്ങൾ മുഴുവനും നൽകുന്നത്. പ്രഗോഷിന്റെ വാഗ്നർ ഗ്രൂപ്പിന്
സൈനികപരമായോ ആയുധപരമായോ വല്ലാത്തിൻ്റെ സഹായം നൽകാത്തത് കൊണ്ട് കൂടുതൽ മരണങ്ങൾ നടക്കുന്നത് തങ്ങൾക്ക് നേരെയാണ്. അതുകൊണ്ട് അതിൽ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണം എന്ന തരത്തിലായിരുന്നു പ്രഗോഷിൻ അന്ന് പുടിനോട് പറഞ്ഞത്. അതുമായിട്ട് വലിയ ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ടായി. പുടിൻ ആ കാര്യത്തെക്കുറിച്ച് അത് നിഷേധിച്ചു. സഹായം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ പ്രഗോഷിനും പുടിൻ തമ്മിൽ തെറ്റിൽ തുടങ്ങി. അവർ തമ്മിൽ ഉടക്കിയതോടുകൂടി 25,000-ഓളം സൈനികർ റഷ്യയുടെ അതിർത്തി കടന്നുകൊണ്ട് അതിന്റെ റഷ്യയുടെ തലസ്ഥാന നഗരിയിലേക്ക് മാർച്ച് നടത്തി, മോസ്കോയിലേക്ക് മാർച്ച് നടത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടായി. മോസ്കോ കീഴടക്കാൻ പോവുകയാണ്. പ്രഗോഷിന്റെ 1.25 ലക്ഷം സൈനികർ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. ആ തരത്തിലായിരുന്നു അന്ന് ആ റിപ്പോർട്ടുകളൊക്കെ പ്രചരിച്ചിരുന്നത്. എന്നാൽ വിവരം മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രഗോഷിനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നോ മറ്റോ അതിർത്തി രാജ്യങ്ങളിൽപ്പെട്ട ഭരണാധികാരികൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട രഹസ്യ വിഭാഗം പ്രഗോഷിന് വിവരം നൽകിയതോടനുബന്ധിച്ചാണ് ആ ദൗത്യത്തിൽ പിന്മാറിക്കൊണ്ട് റഷ്യ വിട്ട് മറ്റു രാജ്യത്തേക്ക് അയൽ രാജ്യത്തിലേക്ക് പ്രഗോഷിനും സൈനിക സംവിധാനവും ചേക്കേറിയത്. പിന്നീട് അങ്ങോട്ടുണ്ടായിരിക്കുന്ന ഒരു സമാധാന ഉടമ്പടി എന്ന രീതിയിലാണ് പ്രഗോഷിൻ റഷ്യയിലേക്ക് പ്രവേശിച്ചത്. ആ പ്രവേശിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ റഷ്യയിൽ നിന്ന് തന്നെ മറ്റൊരു പ്രദേശത്തേക്ക് വിമാനമാർഗം പറക്കുന്നതിനിടയിലാണ് ഡ്രോൺ ആക്രമണം നടത്തിക്കൊണ്ട് പ്രഗോഷിനെ കൊല്ലുന്നത്. പ്രഗോഷിനും അതോടൊപ്പം 6ഓളം സൈനികരും വിമാനത്തിന്റെ അകത്തുണ്ടായിരുന്നു. 6 അല്ല 11 പേരുണ്ടായിരുന്നു എന്ന തരത്തിലൊന്ന് റിപ്പോർട്ട് പ്രചരിച്ചിരുന്നു. ഏതായിരുന്നാലും പൊടിഞ്ഞു പോകുന്ന രീതിയിൽ അതിശക്തമായിരിക്കുന്ന ആക്രമണമാണ് റഷ്യയിൽ നിന്ന് തന്നെ റഷ്യയുടെ സൈനിക ഭാഗത്തുനിന്ന് മറ്റോ ഈ വിമാനത്തിന് നേരെ ഉണ്ടായത്. ചെറിയ വിമാനമായിരുന്നു. വിമാനം തകർന്നു, മുഴുവൻ ആളുകൾ കൊല്ലപ്പെട്ടു. അമേരിക്ക അതിന് പ്രതികരിച്ച കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, ഇത്രത്തോളം പ്രഗോഷിൻ ജീവിച്ചതിലാണ് ഞങ്ങൾക്ക് ഞെട്ടലുള്ളത് എന്ന തരത്തിലായിരുന്നു. വലിയ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിലൊക്കെ അന്വേഷണം വേണമെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വലിയ വാർത്താ പ്രാധാന്യമൊക്കെ അതിനുണ്ടായിരുന്നു. പിന്നെ അത് മങ്ങലിച്ചു പോയി, പിന്നെ എവിടെ ഇല്ലാതായി. ഇപ്പൊ റഷ്യൻ സൈന്യമാണ് ഉക്രൈനിൽ യുദ്ധം ചെയ്യുന്നത്. ഈ വാഗ്നർ ഗ്രൂപ്പിന്റെ വിഭാഗങ്ങൾ ഇപ്പൊ കൃത്യമായ രീതിയിൽ ഏത് രാജ്യത്താണ് എന്നുള്ളത് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷമാണ് നിലനിൽക്കുന്നത്. പറഞ്ഞു വരുന്ന വിഷയം ഇതിന് സമാനമായ രീതിയിൽ ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കിയെ വധിക്കുക എന്നുള്ളതായിരുന്നു റഷ്യയുടെ സ്വകാര്യ ഡിപ്പാർട്ട്മെന്റ്, സ്വകാര്യ ടീം തീരുമാനിച്ചത് എന്ന തരത്തിലാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. അപ്പൊ അതിനവർ പറയുന്നു, മുൻപ് എങ്ങനെയാണോ സദ്ദാം ഹുസൈനെ പിടികൂടിയും വധിക്കാനും അമേരിക്കൻ സൈന്യത്തിന് സാധിച്ചത്, തത്തുല്യമായ രീതിയിൽ കൂടെ ഉള്ളവരിൽ നിന്ന് അയാളെക്കുറിച്ച്, അതായത് ഉക്രൈന്റെ പ്രസിഡന്റിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ചോർത്തുകയും ഏത് ഭാഗത്ത് ഏത് വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഒന്നുകിൽ അയാളെ തട്ടിക്കൊണ്ടുപോയിട്ട് വധിക്കുക, അതല്ലെങ്കിൽ ആ സ്പോട്ടിൽ വെച്ച് വധിക്കുക. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു റഷ്യ തീരുമാനിച്ചത് എന്ന തരത്തിലാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും അത് സുരക്ഷിതപരമായിരിക്കുന്ന സുരക്ഷിതം അല്ല. ഉക്രൈൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ പ്രസിഡന്റ് ഇപ്പോഴും സുരക്ഷിതമല്ല. ഏത് തരത്തിലും ഇനിയും ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതും യൂറോപ്പിന്റെ ചില മീഡിയകൾ പറയുന്നു. വല്ലാതൊന്നും വൈകാത്ത രീതിയിൽ ഉക്രൈൻ വധിക്കാനാണ് സാധ്യത. ഏത് രീതിയിലുള്ള തന്ത്രങ്ങളാണ് റഷ്യ ഉക്രൈനെതിരെ പ്രയോഗിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിരഹസ്യമായിരിക്കുന്ന പല സംവിധാനങ്ങളും അല്ലെങ്കിൽ രഹസ്യമായിരിക്കുന്ന പല കാര്യങ്ങളും ഉക്രൈനിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു. അതെല്ലാം റഷ്യയുടെ കൈവശത്തിൽ കെട്ടിയിരിക്കുന്നു. റഷ്യയുടെ ഒരുപാട് ഒറ്റുകാര് അല്ലെങ്കിൽ രഹസ്യ കാര്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്ന ആളുകൾ ചാരന്മാരായിട്ട് ഉക്രൈനിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് സൈനിക ട്രൂപ്പിലുണ്ടാവാൻ സാധ്യതയുണ്ട്, ഓഫീസ് മേഖലയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട മേഖല ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി പറയാൻ വേണ്ടി സാധിക്കാത്ത ഒരു ഭയപ്പാട് നിലവിലെ സാഹചര്യത്തിൽ ഉക്രൈന്റെ പ്രസിഡന്റിന് ഉണ്ട് എന്ന തരത്തിലാണ് ചില റിപ്പോർട്ടുകളൊക്കെ യൂറോപ്യന്റെ മീഡിയകൾ തന്നെ പറയുന്നത്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്ന സമയത്ത് സദ്ദാം ഹുസൈനെ ഒറ്റുകൊടുത്തിരുന്നു. പക്ഷെ അത് പിടിക്കാൻ വേണ്ടി ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചു. സദ്ദാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒറ്റുകാരെ പിടിക്കാൻ വേണ്ടി സാധിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ സൈനിക സംവിധാനം തകർന്നു പോയിരുന്നു. അതുകൊണ്ട് എല്ലാവിധ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റും തകർന്നതോടുകൂടി രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്നവരെ പിടിക്കാൻ സാധിക്കാത്തതിനാൽ യഥാർത്ഥത്തിൽ സദ്ദാം ഹുസൈൻ അമേരിക്കയുടെ പിടിയിലാവുകയായിരുന്നു.